ഇരു കൈകളും ബന്ധിച്ച് വേമ്പനാട് കായൽ നീന്തിക്കടന്ന് 8 വയസ്സുകാരൻ. വൈക്കം തെക്കേനട മാറാനൂരിൽ മന്മഥൻ രമ്യ ദമ്പതികളുടെ മകനും അയ്യർകുളങ്ങര ഗവൺമെൻറ് UP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ M. അഭയദേവാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന് ഇടം പിടിക്കാനായി വൈക്കം വേമ്പനാട്ട് കായൽ നീന്തിക്കയറിയത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കാര്യത്തുംകടവിൽ നിന്നും വൈക്കം കായലോര ബീച്ച് വരെയുള്ള 12 കിലോമീറ്റർ ദൂരമാണ് ഈ കൊച്ചുമിടുക്കൻ 1.5 മണിക്കൂർ കൊണ്ട് നീന്തി കയറിയത്. ജില്ലാ തലങ്ങളിൽ വരെ നീന്തലിൽ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള പിതാവ് മന്മഥൻ്റെയും അഭയദേവിനായി ഏതു ത്യാഗവും സഹിക്കാൻ സന്നദ്ധനായ ഹോട്ടൽ തൊഴിലാളിയായ മുത്തച്ഛൻ രാഘവൻ്റെയും സ്വപ്നമാണ് അഭയദേവിൻ്റെ നേട്ടത്തിലൂടെ സഫലമായത്. റിട്ടയർഡ് ഫയർ സ്റ്റേഷൻ ഓഫീസർ T. ഷാജികുമാറിൻ്റെ ശിക്ഷണത്തിൽ നീന്തൽ അഭ്യസിച്ചു തുടങ്ങിയ അഭയദേവ് പിന്നീട് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിൻ്റെ നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ്റെ ശിക്ഷണത്തിൽ മാസങ്ങളോളം പരിശീലനം നടത്തിയാണ് കായലിൽ നീന്താൻ പ്രാപ്തി നേടിയത്. ഒരു നീന്തൽ താരം എന്ന നിലയിൽ അഭയദേവ് ഉയർന്നു വരുന്നതിനായി പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി പ്രോത്സാഹനം നൽകുമെന്ന് ബന്ധുക്കളും അഭയദേവിൻ്റെ അധ്യാപകരും പറഞ്ഞു. വൈക്കം കായലോര ബീച്ചിൽ നടന്ന അനുമോദന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശ്രീ അബ്ദുൽ സലാം റാവുത്തർ, നഗരസഭാ കൗൺസിലർമാരായ D. രഞ്ജിത് കുമാർ, AC. മണിയമ്മ, MK. മഹേഷ്, മുൻ കൗൺസിലർ അംബരീഷ് G. വാസു, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് രതീഷ് വി രാജ്, അഭയദേവിൻ്റെ ബന്ധുക്കൾ, അധ്യാപകർ, നാട്ടുകാർ തുടങ്ങി 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. അത് വിവാദമാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു. പക്ഷേ കുട്ടികൾ ഈ പരിശീലനം നടത്തി ഇത്ര വ്യാപകമായി അതിനെ ശ്രമിച്ച് കായലിൽ നീന്തിക്കേറി ഇവിടെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല. അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ആരായാലും അത് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഒരു യഥാർത്ഥ സ്ഥിതി, ഈ കുട്ടി നീന്തുന്നത് ചേർത്തലയിലെ ബോട്ട് യാർഡിൽ നിന്നാണ്. ബോട്ട് യാർഡിൽ നിന്ന് ഇവിടം വരെ ഇങ്ങനെ നേരെ അക്കരയല്ല ഈ കുട്ടി നീന്തിയത്. ഞങ്ങളൊരല്പം വൈകിപ്പോയി. മറ്റൊന്നുമില്ല, സാധാരണ ഒരു 9:15 കൂടിയാണ് ഇവിടെ എത്തിച്ചേരാറ്. ഇന്ന് 9 മണിക്ക് മുൻപ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അഭയദേവ് ഇവിടെ നീന്തിയെത്തി. വളരെ കൊച്ചു കുട്ടിയാണ്, 4ാം ക്ലാസ്സുകാരനാണ്, 9 വയസ്സുകാരനാണ്. വളരെ വാത്സല്യം. വിഷൻ ന്യൂസ് വൈക്കം.